Good morning all. In our last class we were discussing our second unit, Tales and Tunes. Am I right? Yes. And we have discussed the Aesop fables like that. So many stories, tales, etc. we have discussed. Today, like that we have discussed limericks. Today we are discussing our next part, page number 49, the Song of Songs. The Song of Songs, page number 49 by Swapna Datta. Here, let's come to the topic. It's very easy to understand. If you read it, you can easily understand what is that story. Here, certain stories help us learn some important lessons in our life. Certain stories, stories help us learn some important lessons in our life. That will help us. Some stories will help us to learn some important stories in our life, important lessons in our life. നമ്മുടെ ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട പാഠങ്ങൾ നമുക്ക് പല കഥകളും പറഞ്ഞു തരും. ഹിയർ ഈസ് വൺ സച്ച് സ്റ്റോറി. അത്തരത്തിലുള്ള ഒരു കഥയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ക്യാൻ വി ഗോ ത്രൂ ദാറ്റ് സ്റ്റോറി? യെസ്. ദി സോങ് ഓഫ് സോങ്സ്. ദി സോങ് ഓഫ് സോങ്സ്. വാട്ട് ഈസ് സോങ് ഓഫ് സോങ്സ്? ദി സോങ് ഓഫ് സോങ്സ്. ദി സോങ് ഓഫ് സോങ്സ്. ദ സോങ് ഓഫ് സോങ്സ് എന്ന് പറഞ്ഞാൽ പറയൂ. വാട്ട് ഈസ് സോങ് ഓഫ് സോങ്സ്? പാട്ടുകളുടെ പാട്ട് അല്ലേ? അത് ഏറ്റവും ഉന്നതമായ ഗാനം എന്നർത്ഥത്തിൽ. ലെറ്റ്സ് കം ടു ദി ടോപ്പിക്. സ്ലോലി, ജെന്റിലി, ദി എക്സോസ്റ്റഡ് മ്യൂസിഷ്യൻ ലെയ്ഡ് ഹിസ് തമ്പുര ഓൺ ദി കാർപ്പറ്റ്. വെരി സ്ലോലി ആൻഡ് ജെന്റിലി, വളരെ ജെന്റിലായിട്ട് മാന്യമായിട്ട് പതുക്കെ എന്ത് ചെയ്തു? ദി എക്സോസ്റ്റഡ് മ്യൂസിഷ്യൻ ലെയ്ഡ് ഹിസ് തമ്പുര ഓൺ ദി കാർപ്പറ്റ്. The exhausted musician. The exhausted musician. Exhausted. What is exhausted? Exhausted means tired. Exhausted means tired. അതായത് ക്ഷീണിച്ച മ്യൂസിഷ്യൻ, അതായത് വളരെ പാട്ടുപാടി ക്ഷീണിച്ച ആ പാട്ടുകാരൻ എന്ത് ചെയ്തു? പതിയെ തൻ്റെ തമ്പുര. തമ്പുര പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട് തമ്പുര ഓർ തമ്പുരു ഈസ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ഒരു സംഗീതോപകരണമാണ് തമ്പുരു. കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഈ ചിത്രത്തിലുള്ള കയ്യിലിരിക്കുന്ന സാധനമാണ് തമ്പുരു. അപ്പോൾ പാട്ടുപാടി ക്ഷീണിച്ച് അവശനായി മ്യൂസിഷ്യൻ തൻ്റെ തമ്പുരു വളരെ മാന്യമായി വളരെ പതുക്കെ എവിടെ വെച്ചു? കാർപ്പറ്റിൽ വെച്ചു. ദി എക്സ്ക്യൂസിറ്റ് സ്ട്രെയിൻസ് ഓഫ് രാഗ് ദർബാർ ഈസ് സ്റ്റിൽ വൈബ്രേറ്റഡ് വിത്തിൻ ദി ഹോൾ. ദി എക്സ്ക്യൂസിറ്റ് സ്ട്രെയിൻസ് ഓഫ് രാഗ് ദർബാരി. രാഗ് ദർബാരി എന്ന് പറഞ്ഞ രാഗമാണ്, അതൊരു രാഗമാണ്. ദർ ആർ സോ മെനി രാഗാസ്. നമ്മൾ പാട്ടിലൊക്കെ പല പല രാഗങ്ങളുണ്ട്. അതിൽ ഒന്നാണ് രാഗ് ദർബാറി. അപ്പോൾ ഇദ്ദേഹം പാടിയത് രാഗ് ദർബാറി എന്ന രാഗത്തിലാണ്. അപ്പോൾ ഈ രാഗ് ദർബാരിയുടെ സ്ട്രെയിൻസ്, എങ്ങനത്തെ സ്ട്രെയിൻസ്? എക്സ്ക്യൂസിറ്റ് സ്ട്രെയിൻസ്. എക്സ്ക്യൂസിറ്റ് എന്ന് പറഞ്ഞാൽ അതിശയകരമായ ആ സ്ട്രെയിൻസ്, വരികൾ, ഈരടികൾ, അതിശയകരമായ ആ ഈരടികൾ എന്താണ്? സ്റ്റിൽ വൈബ്രേറ്റഡ് വിത്തിൻ ദി ഹാൾ. ഇപ്പോഴും അദ്ദേഹം പാട്ട് നിർത്തിയതിന് ശേഷം ആ കൊട്ടാരത്തിൻ്റെ ആ ഹാളിൽ ഇപ്പോഴും അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആ അദ്ദേഹത്തിൻ്റെ ആ രാഗ് ദർബാറിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഗാനത്തിൻ്റെ അതിശയകരമായ ഈരടികൾ ഇപ്പോഴും ആ കൊട്ടാരത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. എംപറർ അക്ബർ ലുക്ക്ഡ് അപ്പ്. അക്ബർ മഹാരാജാവ് നോക്കി. ഹിസ് ഐസ് ലിറ്റ് വിത്ത് അഡ്മിറേഷൻ. ഈ പാട്ട് കഴിഞ്ഞിട്ട് അക്ബർ രാജാവ് ഈ പാട്ടുപാടിയ മ്യൂസിഷ്യനെ നോക്കി. അദ്ദേഹത്തിൻ്റെ അക്ബർ രാജാവിൻ്റെ കണ്ണുകളിൽ എന്തുണ്ട്? ഹിസ് ഐസ് ലിറ്റ് വിത്ത് അഡ്മിറേഷൻ. ഇദ്ദേഹത്തോടുള്ള, ഈ പാട്ടുകാരനോടുള്ള അഡ്മിറേഷൻ, ബഹുമാനത്തോടും ആദരവും, അദ്ദേഹത്തോടുള്ള ആദരവും ഒക്കെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അക്ബർ ചക്രവർത്തി നിങ്ങൾ കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ സദസ്സിലെ സംഗീതജ്ഞനായ ടാർസനെ കുറിച്ചിട്ടുള്ള, ടാർസനും അദ്ദേഹത്തിൻ്റെ ഗുരുവിനെയും കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. അപ്പോൾ അക്ബർ ചക്രവർത്തി ആകെ അന്തം വിട്ട് ആകെ എന്താ പറയുക,
അഡ്മിറേഷനോട് കൂടി, ഇദ്ദേഹത്തോടുള്ള ആദരവോട് കൂടി, ആദരവൊക്കെ കണ്ണിൽ ജ്വലിപ്പിച്ചിങ്ങനെ നിൽക്കുകയാണ് ഈ പാട്ട് കേട്ട് ലയിച്ചിട്ട്. വണ്ടർഫുൾ ഹി സെറ്റ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അക്ബർ രാജാവ് പറയാണ്, വണ്ടർഫുൾ, അതിമനോഹരമായിരിക്കുന്നു, സൂപ്പറായിരിക്കുന്നു. ഐ ലിസൺ ടു യു എവരി ഡേ ബട്ട് ഐ കാൺ സീം ടു ഹാവ് ഇനഫ്. ഐ ലിസൺ ടു യു എവരി ഡേ, ഞാൻ എന്നും നിൻ്റെ ഗാനം കേൾക്കാറുണ്ട്, എന്നും നിൻ്റെ പാട്ട് ഞാൻ കേൾക്കാറുണ്ട്. ബട്ട് ഐ കാൺ സീം ടു ഹാവ് ഇനഫ്, പക്ഷേ എനിക്കൊരിക്കലും മതിയായിട്ടില്ല. എന്നു കേട്ടാലും പിറ്റേ ദിവസവും വീണ്ടും വീണ്ടും എനിക്ക് നിൻ്റെ ഗാനം കേൾക്കാൻ തോന്നുകയാണ്, എനിക്കത് മതിയാവാറേയില്ല. ടാൻസൻ ദി മ്യൂസിഷ്യൻ ബോഡ് ഇൻ സൈലൻറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇത് രാജാവ് അക്ബർ മഹാരാജാവ് ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ പാട്ടുകാരനായ ടാൻസൻ എന്ത് ചെയ്തു, ദി മ്യൂസിഷ്യൻ, മ്യൂസിക്കുകാരനായ ടാൻസൻ എന്ത് ചെയ്തു, ബോഡ് ഇൻ സൈലൻറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്. അദ്ദേഹം രാജാവിൻ്റെ മുന്നിൽ വണങ്ങി, ബൗ ചെയ്തു, തല കുനിച്ചു. ഇൻ സൈലൻറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി സൂചകമായിട്ട് അദ്ദേഹത്തോട് നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട് തല കുനിച്ചു. ഐ തിങ്ക് യു ഹാവ് ദി മോസ്റ്റ് വണ്ടർഫുൾ വോയിസ് ഇൻ ദി വേൾഡ് സെറ്റ് അക്ബർ. അപ്പോൾ അക്ബർ ടാൻസനോട് പറയാണ്, ഐ തിങ്ക് യു ഹാവ് ദി മോസ്റ്റ് വണ്ടർഫുൾ വോയിസ് ഇൻ ദി വേൾഡ്. എനിക്ക് തോന്നുന്നത് യു ഹാവ് ദി മോസ്റ്റ് വണ്ടർഫുൾ വോയിസ് ഇൻ ദി വേൾഡ്, ഈ ലോകത്തെ ഏറ്റവും സുന്ദരമായ ശബ്ദം നിൻ്റേതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഐ ഡോണ്ട് ഷഹൻഷാ. അപ്പോൾ അദ്ദേഹം രാജാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ്, ബട്ട് ഐ ഡോണ്ട് ഷഹൻഷാ, പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല ഷഹൻഷാ, എൻ്റെ ശബ്ദമല്ല ഏറ്റവും മനോഹരമായ ശബ്ദം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഷഹൻഷാ എന്ന് മീൻസ് രാജാവിനെ ഭവ്യതയോടുകൂടി വിളിക്കുകയാണ്, അങ്ങുന്നേ ഷഹൻഷാ എന്ന് വിളിക്കുകയാണ്. സെറ്റ് ടാൻസൻ വിത്ത് എ സ്മൈൽ, ഒരു ചിരിയോടുകൂടി ടാൻസൻ പറഞ്ഞു, എനിക്കങ്ങനെ തോന്നുന്നില്ല. ദർ ഈസ് സമ്മൺ ഹൂ സിങ്സ് ഫാർ ബെറ്റർ ദാൻ ഐ ഡു. എന്നേക്കാളും നന്നായിട്ട് പാടുന്ന ചിലരുണ്ട്, എന്നേക്കാൾ നന്നായിട്ട് പാട്ട് പാടുന്ന ചിലരുണ്ട്. റിയലി ക്രൈഡ് ദി ഡിസ്ബിലീവിങ് അക്ബർ. വിശ്വസിക്കാനാവാതെ അക്ബർ ചോദിക്കുകയാണ്, റിയലി, ശരിക്കും നിന്നേക്കാളും നന്നായി പാടുന്ന ആളുകളുണ്ടോ? ദെൻ ഐ മസ്റ്റ് ഹാവ് ഹിം സിങ് ഇൻ മൈ കോർട്ട്, ക്യാൻ യു അറേഞ്ച് ഇറ്റ്? എന്നിട്ട് അക്ബർ പറയാണ്, ദെൻ ഐ മസ്റ്റ് ഹാവ് ബ്രിങ് ഹിം ഇൻ മൈ കോർട്ട്, അദ്ദേഹത്തെ എൻ്റെ കോർട്ടിൽ കൊണ്ടുവരാം നമുക്ക്. ക്യാൻ യു അറേഞ്ച് ഇറ്റ്? നിനക്കതൊന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? നിന്നേക്കായി നന്നായിട്ട് പാടുന്ന ആളുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കൂ. ക്യാൻ യു അറേഞ്ച് ഇറ്റ്? നിനക്ക് അദ്ദേഹത്തെ ഇവിടെ എത്തിക്കാൻ കഴിയുമോ? അപ്പോൾ ടാൻസൻ പറയാണ്, ടാൻസൻ ഷുക്ക് ഹിസ് ഹെഡ്, ടാൻസൻ തൻ്റെ തല ആട്ടി. എന്നിട്ടോ, ഐ ആം അഫ്രൈഡ് ഹി വിൽ നോട്ട് കം സർ, ഐ ആം അഫ്രൈഡ്, ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം, എനിക്ക് തോന്നുന്നു അദ്ദേഹം വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങുന്നേ എന്ന് പറഞ്ഞു. വാട്ട്, നോട്ട് ഈവൻ ഇഫ് ഹി ഹേഴ്സ് ദാറ്റ് എംപറർ ഹിംസെൽഫ് സമ്മൺഡ് ഹിം? എംപറർ തന്നെ പോയി അദ്ദേഹത്തെ വിളിച്ചാൽ, എംപറർ എന്ന് പറഞ്ഞാൽ ഭരണാധികാരി തന്നെ പോയി നേരിട്ട് വിളിക്കുകയാണെങ്കിൽ അദ്ദേഹം വരില്ലേ? നേരിട്ട് വിളിച്ചു കൂട്ടുകയാണെങ്കിൽ അദ്ദേഹം വരില്ലേ? നോ, നോട്ട് ഈവൻ ദെൻ, അപ്പോഴും വരില്ല സാർ. ദിസ് റിപ്ലൈ വുഡ് ഹാവ് എൻറേജ്ഡ് എനി അതർ എംപറർ. വേറെ ഏത് ഭരണാധികാരിയാണെങ്കിലും ഈ റിപ്ലൈ എന്ത് ചെയ്യും? അവരെ എൻറേജ് ചെയ്യും. എന്താ എൻറേജ് ചെയ്യാറുണ്ട്? റേജ് പറഞ്ഞ കോപം, എൻറേജ് ചെയ്യാറിനാൽ കോപിഷ്ഠരാക്കും. വേറെ ഏത് രാജാവാണെങ്കിലും ഈ മറുപടി അവരെ കോപിഷ്ഠരാക്കും. ബട്ട് അക്ബർ വാസ് ഡിഫറെൻറ്റ്. പക്ഷേ അക്ബർ അതിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. വെരി വെൽ ഉസ്താദ് ജി, ഓക്കെ ഉസ്താദ് ജി, ഈ ടാൻസനെ വിളിക്കുകയാണ് ഉസ്താദ് ജി. വെരി വെൽ ഉസ്താദ് ജി സെഡ് അക്ബർ, സ്മൈലിംഗ് ഇൻ ടു ടാൻസൻസ് ഹാഫ് സ്കെയർഡ് ഐസ്. ടാൻസൻ്റെ പാതി പേടിച്ച കണ്ണുകളിൽ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വെൽ ഉസ്താദ് ജി, ഇഫ് ഹീ ഡസൻ കം ഐ ഷാൾ ഗോ ടു ഹിം മൈസെൽഫ്, വിൽ യു ടേക്ക് മീ ടു ഹിം? അദ്ദേഹം ഇങ്ങോട്ട് വരുന്നില്ലെങ്കിൽ ഐ ഷാൾ ഗോ ടു ഹിംസെൽഫ്, ടു ഹിസ് പ്ലേസ്, ഞാൻ അവൻ്റെ സ്ഥലത്തേക്ക് പോയിക്കോളാം. അതിന് വിൽ യു ടേക്ക് മീ ടു ഹിം? നീ എന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമോ, ആ പാട്ടുകാരൻ്റെ അടുത്തേക്ക്? യെസ് സാർ, പ്രൊവൈഡഡ് യു ഡു നോട്ട് കം ആസ് ദി എംപറർ ഓഫ് ഹിന്ദുസ്ഥാൻ. യെസ് സാർ, തീർച്ചയായും ഞാൻ കൊണ്ടുപോകാം, പക്ഷേ യു ഡു നോട്ട് കം ആസ് ദി എംപറർ ഓഫ് ഹിന്ദുസ്ഥാൻ. ഹിന്ദുസ്ഥാൻ എന്ന മഹാരാജ്യത്തിൻ്റെ രാജാവായിട്ട് അങ്ങ് വരരുത്, അങ്ങ് ഒരു സാധാരണക്കാരനായിട്ട് വരികയാണെങ്കിൽ ഞാൻ കൊണ്ടുപോകാം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞു. ഐ ഷാൾ ഗോ ആസ് എ ഹംബിൾ ലവർ ഓഫ് മ്യൂസിക്. അപ്പോൾ രാജാവ് പറഞ്ഞു, ഐ ഷാൾ ഗോ ആസ് എ ഹംബിൾ ലവർ ഓഫ് മ്യൂസിക്. എങ്ങനെയെങ്കിൽ ഞാനൊരു സംഗീതത്തിൻ്റെ നല്ലൊരു സ്നേഹിയായിട്ട്,
നല്ലൊരു സംഗീത സ്നേഹിയായിട്ട് ഞാൻ പോരാം എന്ന് പറഞ്ഞു. സന്ത് ഹരിദാസ് വാസ് ദി മാൻ ടാൻസൺ ഹാഡ് സ്പോക്കൺ ഓഫ്. ടാൻസൺ ഇതുവരെ പറഞ്ഞിരുന്നത് ആരെക്കുറിച്ചാണ്? സന്ത് ഹരിദാസ് എന്ന മഹാനായ മ്യൂസിഷ്യനെ കുറിച്ചാണ് ടാൻസൺ ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഹി ഹാഡ് ബീൻ ടാൻസൺസ് മ്യൂസിക് ടീച്ചർ. ടാൻസൻ്റെ ഗുരുവാണ് അദ്ദേഹം, മ്യൂസിക്കിൽ ടാൻസൻ്റെ ഗുരുവാണ്. ആൻഡ് ഹി ലീവ്ഡ് ദി ഓസ്റ്റർ ലൈഫ് ഓഫ് എ ഹെർമിറ്റ്. അദ്ദേഹം നയിച്ചിരുന്നത് എങ്ങനത്തെ ജീവിതമാണ്? ഓസ്റ്റർ ലൈഫ് ഓഫ് എ ഹെർമിറ്റ്. വാട്ട് ഈസ് ഓസ്റ്റർ? ഓസ്റ്റർ ലൈഫ് ഓഫ് എ ഹെർമിറ്റ്. ഓസ്റ്റർ മീൻസ് സിമ്പിൾ ലൈഫ് ഓഫ് എ ഹെർമിറ്റ്. ഒരു ഹെർമിറ്റിൻ്റെ, വാട്ട് ഈസ് ഹെർമിറ്റ്? ഹെർമിറ്റ് മീൻസ് സെയിൻറ്റ്, സന്യാസി. ഒരു ഹെർമിറ്റിൻ്റെ, സന്യാസിയുടെ ലളിതമായ ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത്. വെൻ ടാൻസൺ ആൻഡ് ദി എംപറർ റീച്ച്ഡ് ഹിസ് ഹട്ട്, ഹി വാസ് ബിസി വിത്ത് ഹിസ് ഡെയിലി കോഴ്സ്. ടാൻസനും എംപററും അദ്ദേഹത്തിൻ്റെ കുടിലിൽ ചെന്നപ്പോൾ അദ്ദേഹം എന്താണ്? ഹി വാസ് ബിസി വിത്ത് ഹിസ് ഡെയിലി കോഴ്സ്. അദ്ദേഹത്തിൻ്റെ ദൈനംദിന വീട്ടുജോലിയിലെ വ്യാപൃതനായിരുന്നു അദ്ദേഹം. കോഴ്സ് എന്ന് പറഞ്ഞാൽ വീട്ടുജോലിക്കാണ് കോഴ്സ് എന്ന് പറയുക, കോഴ്സ്. അദ്ദേഹത്തിൻ്റെ ദൈനംദിന വീട്ടുജോലിയിൽ വ്യാപൃതനായിരിക്കുകയായിരുന്നു ഹരിദാസ്, സെൻറ്റ് ഹരിദാസ്. വെൻ ദേ ആസ്ക്ഡ് ഹിം ടു സിംഗ്, ഹി സ്മൈൽഡ് ബട്ട് സെറ്റ് ഫേമിലി. അദ്ദേഹത്തോട് പാടാൻ ഇവർ ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ശക്തിയായി പറഞ്ഞത്, ഐ ആം ലോങ് പാസ് ദി ഏജ് ഫോർ സിംഗിങ്. എൻ്റെ പാടാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞുപോയി മക്കളെ എന്ന് പറഞ്ഞു. ഈവൻ ഹിസ് ഫേവറേറ്റ് പീപ്പിൾ കുഡ് നോട്ട് പെർസ്യൂഡ് ഹിം ടു ചേഞ്ച് ഹിസ് മൈൻഡ്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് പോലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റാനോ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനോ, പെർസ്യൂഡ് എന്ന് പറഞ്ഞാൽ അനുനയിപ്പിക്കുക, അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞില്ല. പാടിപ്പിക്കാൻ, അദ്ദേഹത്തെ കൊണ്ട് പറഞ്ഞ് പാടിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് പോലും കഴിഞ്ഞില്ല. ബട്ട് ടാൻസൺ ന്യൂ ഹൗ ടു ഗെറ്റ് റൗണ്ട് ഹിം. പക്ഷെ ടാൻസൺ അറിയാം എങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് പാടിക്കാമെന്ന്. ഹി ഓഫേർഡ് ടു സിംഗ് ബിഫോർ ഹിസ് ഗുരു. അപ്പോൾ ടാൻസൺ എന്ത് ചെയ്തു? ഗുരുവിൻ്റെ മുന്നിൽ പാടാമെന്ന് പാടാൻ ഒരു ഓഫർ കൊടുത്തു. ആൻഡ് ഹി മേഡ് എ ഡെലിബറേറ്റ് മിസ്റ്റേക്ക്. അങ്ങനെ തൻ്റെ ഗുരുവിൻ്റെ മുന്നിൽ പാടുന്ന സമയത്ത് ടാൻസൺ എന്ത് ചെയ്തു? എ ഡെലിബറേറ്റ് മിസ്റ്റേക്ക് വരുത്തി. തൻ്റെ പാട്ടിലൊരു ഡെലിബറേറ്റ് മിസ്റ്റേക്ക്, അതായത് കരുതിക്കൂട്ടി ഒരു മിസ്റ്റേക്ക് വരുത്തി. തൻ്റെ പാട്ടിലൊരു തെറ്റ് വരുത്തി കരുതിക്കൂട്ടിയിട്ട്. ദാറ്റ് ഈസ് നോട്ട് ദി റൈറ്റ് നോട്ട് ടാൻസൺ ക്രൈഡ് ഹിസ് ടീച്ചർ അമേസ്ഡ്. ആകെ ആശ്ചര്യപ്പെട്ടുകൊണ്ട് തൻ്റെ ടീച്ചർ ടാൻസനോട് പറയാൻ, ദാറ്റ് ഈസ് നോട്ട് ദി റൈറ്റ് നോട്ട് ടാൻസൺ. അത് ശരിയായ, അങ്ങനെയല്ല ശരിയായി പാടുക, അതല്ല ശരിയായ വാക്കുകൾ ടാൻസൺ എന്ന് പറഞ്ഞു. വാട്ട് ഹാസ് ഹാപ്പൻ ടു യു? നിനക്ക് എന്താ പറ്റിയത്? എന്താ നീ തെറ്റിച്ചത് എന്ന് ചോദിച്ചു. ടാൻസൺ ഡിഡ് നോട്ട് സീം ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് ടീച്ചർ ആൻഡ് ഹി മേഡ് ദി സെയിം മിസ്റ്റേക്ക് എഗെയിൻ. ടാൻസൺ ടീച്ചർ പറഞ്ഞ മിസ്റ്റേക്ക് മനസ്സിലാകാത്ത പോലെ വീണ്ടും അതേ തെറ്റ് ആവർത്തിച്ചു. എക്സാസ്പറേറ്റഡ് മീൻസ് കോപിഷ്ഠനായിട്ട് എന്ത് ചെയ്തു? സെൻറ്റ് ഹരിദാസ് ടുക്ക് ദി തമ്പുരു ഫ്രം ടാൻസൺസ് ഹാൻഡ്സ്. അത് കോപിഷ്ഠനായി തമ്പുരു ടാൻസൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ ഗുരു എടുത്തു. എന്നിട്ടോ ആൻഡ് സാങ് ദി റൈറ്റ് നോട്ട്, ശരിയായ വാക്കുകൾ ഉച്ചരിച്ച് പാടി. ദെൻ ഹി വെൻറ്റ് ഓൺ ദി നെക്സ്റ്റ് ആൻഡ് ദി നെക്സ്റ്റ്. അങ്ങനെ അദ്ദേഹം അടുത്ത വരികളും അതിൻ്റെ അടുത്ത വരികളും പാടി. ദി മെലഡി ഓഫ് ഹിസ് വോയിസ് സ്പ്രെഡ് അക്രോസ് ദി ഫോറസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ആ സംഗീതത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിലെ ആ മെലോഡിയസ് വേർഡ്സ് എന്ത് ചെയ്തു? സ്പ്രെഡ് അക്രോസ് ദി ഫോറസ്റ്റ്. ആ കാടിനപ്പുറത്തേക്കും പരന്നു. ലൈക്ക് ദി ഫസ്റ്റ് ഗ്ലിമ്മർ ഓഫ് എ ഡോൺ. ഇതുപോലെ പ്രഭാതത്തിൽ പ്രകാശത്തിൻ്റെ ആദ്യ കിരണങ്ങൾ ഇങ്ങനെ വരുന്നത് പോലെ അത്രയും സുന്ദരമായ ശബ്ദം. ഓർ ദി ഫ്രാഗ്രൻസ് ഓഫ് എ ജാസ്മിൻ, അല്ലെങ്കിൽ ഒരു ജാസ്മിൻ, മുല്ലപ്പൂവിൻ്റെ സുഗന്ധം പോലെ അദ്ദേഹത്തിൻ്റെ ആ സംഗീതം ഇങ്ങനെ പരന്നു ആ കാട് മുഴുവൻ. ബോത്ത് അക്ബർ ആൻഡ് ടാൻസൺ ലിസൺ ടു ഹിം ആസ് ഇഫ് ദേ വർ ഹിപ്നോട്ടൈസ്ഡ്. ബോത്ത് അക്ബർ ആൻഡ് ടാൻസൺ, അക്ബറും ടാൻസനും ഒക്കെ ഈ പാട്ട് കേട്ടിട്ട് ആകെ എന്താണ് അന്താളിച്ച് ഹിപ്നോട്ടൈസ് ചെയ്ത പോലെ നിന്നുപോയി. ഹിപ്നോട്ടൈസ് ചെയ്യാറിന് എന്താണ്? ഉറങ്ങിപ്പോയ പോലെ, അതായത് അതിൽ മയങ്ങിപ്പോയ പോലെ നിന്നു. അത്രയും മനോഹരമായ സംഗീതം. ആൻഡ് ദി എംപറർ റിയലൈസ്ഡ് ദാറ്റ് ടാൻസൺ ഹാഡ് സ്പോക്കൺ ദി ട്രൂത്ത്. അങ്ങനെ രാജാവ് അക്ബറിന് മനസ്സിലായി
ടാൻസൻ പറഞ്ഞത് ശരിയാണ്, ഇദ്ദേഹത്തിന് തന്നെയാണ് ഏറ്റവും നല്ല ശബ്ദം എന്ന് തോന്നി. ഹി ഹാഡ് നോട്ട് നോൺ ദി മ്യൂസിക് കുഡ് ബി ലൈക്ക് ദിസ്. അക്ബറിന് ഇതിനു മുമ്പ് അറിയില്ലായിരുന്നു സംഗീതം ഇത്രത്തോളം നന്നാക്കാമെന്ന്, സംഗീതത്തെ ഇത്രത്തോളം നല്ലതാണെന്ന് അറിയില്ലായിരുന്നു. ഹി ഹാഡ് സെർട്ടൻലി നെവർ ഹേർഡ് എനിത്തിങ് ലൈക്ക് ഇറ്റ് ബിഫോർ. ഇത്രയും നല്ലൊരു പാട്ട് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് കേട്ടിട്ടില്ലായിരുന്നു അക്ബർ. ആസ് ദേ വാക്ക്ഡ് ബാക്ക് ദി എംപറർ സഡൻലി ബ്രോക്ക് ദി സൈലൻസ് ടു ആസ്ക് ടാൻസൻ. അങ്ങനെ അവർ തിരിച്ച് നടക്കുന്ന സമയത്ത് അക്ബർ ചക്രവർത്തി ടാൻസനോട് ചോദിച്ചു, വൈ കാൻറ്റ് യു സിങ് ലൈക്ക് ഹിം ഉസ്താദ്ജി? എന്തുകൊണ്ടാണ് നിനക്ക് അവരെ പോലെ പാടാൻ കഴിയാത്തത് എന്ന് ചോദിച്ചു. ടാൻസൻ സ്മൈൽഡ്. ടാൻസൻ ചിരിച്ചു. എന്നിട്ടോ, ഷഹൻഷാ, അല്ലയോ രാജാവേ, ഐ സിങ് അറ്റ് യുവർ കമാൻഡ്. ഞാൻ പാടുന്നത് അങ്ങയുടെ ആജ്ഞക്കനുസരിച്ചാണ്. അങ്ങ് പറയുമ്പോഴാണ് ഞാൻ പാട്ട് പാടുന്നത്. ദി കമാൻഡ് ഓഫ് ദി എംപറർ ഓഫ് ഹിന്ദുസ്ഥാൻ മഹാരാജ്യത്തിൻ്റെ രാജാവിൻ്റെ ആജ്ഞക്കനുസരിച്ചാണ് ഞാൻ പാട്ട് പാടുന്നത്. ബട്ട് ഗുരുജി സിങ്സ് ഫോർ വൺ ഹൂ ഈസ് ദി കിങ് ഓഫ് കിങ്സ്. പക്ഷേ എൻ്റെ ഗുരു പാട്ട് പാടുന്നത് രാജാക്കന്മാരുടെ രാജാവിന് വേണ്ടിയിട്ട്, അതായത് ദൈവത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പാട്ട് പാടുന്നത്. ഹിസ് മ്യൂസിക് സ്പ്രിങ്സ് ഫ്രം ദി ഡെപ്ത് ഓഫ് ഹിസ് സോൾ. അദ്ദേഹത്തിൻ്റെ മ്യൂസിക്, സംഗീതം വരുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിന്നാണ്. ഡെപ്ത് ഓഫ് ഹിസ് സോൾസ്, അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിന് സംഗീതം വരുന്നത്. ആൻഡ് അൺആസ്ക്ഡ് ഫോർ, ഫ്രീ ആൻഡ് അൺആസ്ക്ഡ് ഫോർ, അത് ഫ്രീ ആണ്, അത് ആർക്കും പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല. ആൻഡ് അൺആസ്ക്ഡ്, ആരും ചോദിച്ചു വാങ്ങേണ്ടതുമല്ല. അദ്ദേഹത്തിന് ഇതിൻ്റെ ഇഷ്ടപ്രകാരം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വരുന്നതാണ്, ഹൃദയത്തിൽ നിന്ന് വരുന്നതാണത്. ഹൗ ക്യാൻ മൈ മ്യൂസിക് ഹോപ്പ് ടു റീച്ച് ദോസ് ഹൈറ്റ്സ്. അപ്പോൾ എങ്ങനെ എൻ്റെ സംഗീതം, അങ്ങേക്ക് വേണ്ടി പാടുന്ന എൻ്റെ സംഗീതം എങ്ങനെ എനിക്ക് അത്രയും വലിയ ഉയരത്തിലെത്താൻ സാധിക്കും? ആ ഉയരങ്ങളിൽ എൻ്റെ സംഗീതം എങ്ങനെ എത്തിപ്പെടും എന്ന് ടാൻസൻ രാജാവിനോട്, അക്ബർ ചക്രവർത്തിയോട് ചോദിക്കുകയാണ്. ഹിയർ വി ഹാവ് കംപ്ലീറ്റഡ് ദിസ് സ്റ്റോറി. നൗ ലെറ്റ്സ് സ്റ്റോപ്പ് ടുഡേ. Now we have some parts remaining in this, some activities remaining in this chapter. Here we can stop our class. You read it twice or thrice and understand what is there in this story. And before that you have to do all the activities in the earlier classes. I hope you have done all the activities. If anyone is there to complete their activities, do it very fast. Okay, thank you.